ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. അപ്പം നമ്മൾ അമ്മമാരുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണല്ലേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫുഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രശ്നത്തിനൊരു ചെറിയ പരിഹാരമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞാൾ, ആൾക്ക് പരീക്ഷിച്ച് വളരെ സക്സസ്ഫുള്ളായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത നല്ല നാടൻ നെയ്യാണ്. സോ അത് 1 ടീസ്പൂൺ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മുടെ ബീട്രൂട്ട് ദാൽ കിച്ചടി എന്നൊക്കെ പറയാം. ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച റെസിപ്പി ആയതുകൊണ്ട് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ബീട്രൂട്ട് ദാൽ കിച്ചടി എന്നാണ്. സോ അപ്പം നെയ്യ് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ട് 1 പിഞ്ച് കടുക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ 1 പിഞ്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തു, വായുവിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബീട്രൂട്ടും സവാളയും കൂടി നല്ല കുനുകുന അരിഞ്ഞ് ഏകദേശം ഒരു ചെറിയ പിടി അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതിനെ സോട്ട് ചെയ്യുകയാണ്. ആ നെയ്യിൽ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, ശകലം ആവശ്യത്തിന് ഉപ്പിടുന്നു, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഈ നെയ്യ് കിടന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം 1 മണിക്കൂർ മുമ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ജീരകശാല റൈസും നമ്മുടെ ചെറിയ പയറുപരിപ്പും. സോ അതും കൂടി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഞാൻ മൊത്തത്തിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ച ആ സ്പൂണാണ് കേട്ടോ എൻ്റെ അളവ് അരിയെടുക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇതേപോലെയാണ്. എന്നിട്ട് ഞാനതിനെ മൂടി കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലാണ് കേട്ടോ കണക്ക്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടതിന് ശേഷം ഞാനതിന് സിമ്മിലോട്ട് മാറ്റി ഒരു 10 മിനിറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ ദാൽ കിച്ചടി, അത് നമ്മുടെ ബീട്രൂട്ട് ദാൽ കിച്ചടി റെഡിയാവും. സോ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കൂ. അവർ വയറ് നിറച്ച് കഴിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.